ആദിപാദ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ നമ്പർ 2, രണ്ടാമത്തെ ട്രാക്കിൽ ആലപ്പാടൻ, മൂന്നാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി, നാലാമത്തെ ട്രാക്കിൽ ആനാരി ചുണ്ടൻ. 4 കളിവള്ളങ്ങൾ അവരുടെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ആദ്യ മത്സരത്തിൽ ഈ തടി നിറഞ്ഞ അല്ലെങ്കിൽ ശക്തിയായ തടിമിടുക്കുള്ള ചുടക്കുട്ടന്മാർ തുഴയുന്ന ആ ജലയാനത്തെ മുൻതള്ളാൻ വേണ്ടി അവരുടെ സർവ്വശക്തിയും എടുത്ത് ആദ്യ തുഴ തന്നെ സർവ്വശക്തിയും എടുത്ത് ജലത്തിൽ സ്പർശിച്ചാലേ വള്ളം കുതിച്ചു ചാടുകയുള്ളൂ. നിശ്ചലമായി കിടക്കുന്ന ആ ചുണ്ടൻ വള്ളത്തെ കുതിച്ചു ചാടിച്ചുകൊണ്ട് ഇതാ ചുണക്കുട്ടന്മാർ കടന്നു വരുന്നു. പായിപ്പാടൻ നമ്പർ 2, ആലപ്പാടൻ, ആയാപറമ്പ് പാണ്ടി, ആനാരി. 4 കളിവള്ളങ്ങൾ മഹേഷ് കൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ പായിപ്പാട് ബോട്ട് ക്ലബ്ബുകാർ തുഴയുന്ന പായിപ്പാടൻ നമ്പർ 1, നമ്പർ 2 ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അതിൻ്റെ ലീഡിംഗ് ക്യാപ്റ്റനായി സാജൻ എ ജെ നേതൃത്വം നൽകുന്നു. രണ്ടാമത്തെ ട്രാക്കിലുള്ള ആലപ്പാട് വള്ളത്തിൽ PV രാജുവാണ് ക്യാപ്റ്റൻ. നന്ദകുമാറാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. സൗത്ത് പറവൂർ ബോട്ട് ക്ലബ്ബുകാർ സൗത്ത് പറവൂരിൽ നിന്നെത്തി മത്സരിക്കുകയാണ്. അതുപോലെ മൂന്നാം ട്രാക്കിലുള്ള ആയാപറമ്പ് പാണ്ടിയിൽ മത്സരിക്കുന്നത് ഉല്ലാസ് ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ, ജോഷി വർഗീസിന്റെ നേതൃത്വത്തിൽ മങ്കമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ്ബുകാരാണ്. ആനാരി വള്ളത്തിൽ മത്സരിക്കുന്നത് ജീസസ് ബോട്ട് ക്ലബ്ബുകാർ കൊല്ലമാണ്. ജീസസ് ബോട്ട് ക്ലബ്ബുകാർ ആനാരി വള്ളത്തിൽ അജി എബ്രാഹാമിൻ്റെയും സജികുമാറിൻ്റെയും നേതൃത്വത്തിൽ മത്സരിച്ച് മുന്നേറുമ്പോൾ ഇപ്പോൾ വള്ളംകളി തുടങ്ങിയപ്പോൾ തന്നെ 4ാം ട്രാക്കിലുള്ള ആനാരി ഏകദേശം ഒരു ചെറിയ ലീഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. 1ാം ട്രാക്കിലുള്ള പായിപ്പാടൻ നമ്പർ 2ഉം 2ാം ട്രാക്കിലുള്ള ആലപ്പാടനും അല്പം വള്ളപ്പാടുകൾക്ക്, കുട്ടനാടൻ ഭാഷയിൽ പറഞ്ഞാൽ വള്ളപ്പാടുകൾക്ക് പിന്നിലാണ്. 3ാം ട്രാക്കിലുള്ള ആയാപറമ്പ് പാണ്ടിയും 4ാം ട്രാക്കിലുള്ള ആനാരിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. മനോഹരമായ ഒരു പോരാട്ടം എന്ന് നമുക്ക് വള്ളംകളി പ്രേമികളോട് പറയാൻ കാര്യമില്ല. കാരണം ഈ വള്ളം തുടങ്ങിയപ്പോൾ തന്നെ വള്ളപ്പാടുകൾക്ക് പിന്തള്ളപ്പെട്ട ആ അവസരത്തിൽ വാശിയേറിയ ഒരു പോരാട്ടം എന്ന് പറഞ്ഞാൽ അതൊരു അതിശോക്തിയായിരിക്കും. എങ്കിലും വള്ളംകളി പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത് വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ്. വളരെ കുട്ടനാടിൻ്റെ ആ ഒരു വിരിമാറിലൂടെ, പുന്നടക്കായലിൻ്റെ വിരിമാറിലൂടെ ഈ 4 കളിവള്ളങ്ങൾ കടന്നു വരുമ്പോൾ ആനാരി, 4ാം ട്രാക്കിൽ വരുന്ന ആനാരി ജീസസ് ബോട്ട് ക്ലബ്ബുകാർ കൊല്ലം അവർ തുഴഞ്ഞ് മുന്നോട്ട് വരികയാണ്. ജീസസ് ബോട്ട് ക്ലബ്ബുകാർ നമുക്കറിയാം, ആ പുന്നമടക്കായലിൽ 2008, 2009 ആ സമയങ്ങളിൽ ഇവിടെ ചരിത്രം കുറിച്ചൊരു ക്ലബ്ബാണ് ജീസസ് ബോട്ട് ക്ലബ്ബുകാർ. അവർ ജിജി ജേക്കബ് പൊള്ളയിലിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു അധ്യായം ഈ പുന്നമടയിൽ ജലോത്സവ വേദിക്ക് പകർന്നു നൽകി. ചിട്ടയായ പരിശീലനവും ചിട്ടയായ തയ്യാറെടുപ്പുകളുമൊക്കെ ഔദ്യോഗികമായി അല്ലെങ്കിൽ കൃത്യമായി തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ ജീസസ് ബോട്ട് ക്ലബ്ബുകാർ, മത്സ്യത്തൊഴിലാളികൾ അധികമുള്ള കൊല്ലത്ത് നിന്നെത്തിയ ജീസസ് ബോട്ട് ക്ലബ്ബുകാർ. നേരത്തെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കുട്ടനാടൻ മേഖലയിലെ തുഴച്ചിലും കുമരകം മേഖലയിലെ തുഴച്ചിലും കൊല്ലം മേഖലയിലെ തുഴച്ചിലും തമ്മിൽ വ്യത്യാസമുണ്ട്. കുട്ടനാട്ടൻ മേഖലയിലെ ഇടിച്ചുകുത്തിയുള്ള UBC കൈനകരിക്കാരുടെ തുഴച്ചിൽ, അതുപോലെ കുമരകംകാരുടെ കൊത്തിക്കൊത്തിയുള്ള തുഴച്ചിൽ, അതിൽ നിന്നെല്ലാം വേറിട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ നിറഞ്ഞു നിൽക്കുന്ന കൊല്ലത്തെ തുഴച്ചിൽ ജീസസ് ബോട്ട് ക്ലബിൻ്റെ തുഴച്ചിൽ. അങ്ങനെ തിരകളെ, കടലിലെ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് കടന്നു പോകേണ്ട ജലയാനങ്ങളെ തള്ളി നീക്കേണ്ട ജീസസ് ബോട്ട് ക്ലബ്ബിലെ തുഴച്ചിക്കാർ, അതുപോലെ അതേ രീതിയിലുള്ള ഒരു തുഴച്ചിലാണ് ജീസസ് ബോട്ട് ക്ലബ്ബുകാരുടെ തുഴച്ചിൽ. അങ്ങനെയുള്ള ആ ഒരു തുഴച്ചിലിൻ്റെ ആ ഒരു പ്രത്യേകതയുള്ള ജീസസ് ബോട്ട് ക്ലബ്ബുകാർ ആനാരിയിൽ അനായാസം ഇതാ മറ്റ് 3 കളിവള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ട് അവർ കടന്നു വരികയാണ്. ആനാരി തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആനാരിയിൽ വള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു 54-ൽ നെഹ്റു കപ്പിന് വേണ്ടി അല്ലെങ്കിൽ നെഹ്റു ട്രോഫിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രസിഡൻസ് ട്രോഫിക്ക് വേണ്ടി ആദ്യം നടന്ന മത്സരത്തിന് വേണ്ടി പണിത ആനാരി പുത്തൻചുണ്ടൻ ഇപ്പോൾ മാറി. ഇത് പിന്നെ പണിത 2010-ൽ പണിത പുതിയ വള്ളമാണ് ഇപ്പോൾ മത്സരിക്കുന്ന ആനാരി വള്ളം. അങ്ങനെ ആനാരിയും ആയാപറമ്പ് പാണ്ടിയും ആലപ്പാടനും പായിപ്പാടനും തമ്മിൽ മത്സരിക്കുമ്പോൾ 18ാം നമ്പർ വള്ളം ആനാരി തന്നെ ഏകദേശം 2 വള്ളപ്പാടിന് മറ്റു വള്ളത്തെ പിന്തള്ളിക്കൊണ്ട്, ആയാപറമ്പ് പാണ്ടിയെ പിന്തള്ളിക്കൊണ്ട് അവർ കടന്നു വരികയാണ്. മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ഒരു കടന്നുവരവാണ് അല്ലെങ്കിൽ ഫൈനലിലേക്കുള്ള അർഹതയാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം ഏറ്റവും കുറച്ച് ഈ 19 വള്ളങ്ങളിൽ ഏറ്റവും കുറച്ച് സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 വള്ളങ്ങൾക്കാണ് ഫൈനലിൽ മത്സരിക്കുവാൻ അർഹത നേടുന്നത്. അതുകൊണ്ട് ഈ ആനാരി ഫൈനലിലെത്തി, 1ാമത്തെ ഹിറ്റ്സിൽ ജയിച്ചതുകൊണ്ട് ഫൈനലിലെത്തി എന്ന് പണ്ട് നമ്മൾ പറയുന്നത് പോലെ പറയുവാൻ കഴിയില്ല. എങ്കിലും അതിൻ്റെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തീർച്ചയായും ചാൻസ് ഉണ്ട്.
അതിന് അനാരിക്ക് പിന്നിലായി ആയാവറമ്പ് പാണ്ടി. അതിന് പിന്നിൽ കടന്നു വരുന്നത് 2-3